സൂസേ, ഡീ സൂസേ, നീ ഇതെവിടെയാ? നീ മോളിലുണ്ടായിരുന്നോ? എന്തായി കല്യാണ കാര്യങ്ങളൊക്കെ? മെമ്പർ വന്ന് വിളിച്ചില്ലേ? പിന്നല്ലാതെ കല്യാണ വിളിയുടെ തുടക്കം ഇവിടെ ആണെന്നാ മെമ്പർ പറഞ്ഞത്. അല്ല, നിന്നെ വിളിച്ചില്ലേ? എന്നെ വിളിച്ചു. എന്റെ വീട്ടിൽ വന്ന് പറഞ്ഞു ആദ്യത്തെ വിളി എന്റെ വീട്ടിൽ നിന്നാണ്. അത് കൊള്ളാലോ. ഇവര് ചെല്ലുന്ന വീടുകളിലൊക്കെ പറയണേ ഇങ്ങനെയല്ലേ? എന്താ സംശയം? ആ സുമാ മേഡം വിളഞ്ഞ പുള്ളിക്കാരിയല്ലേ? വെറുതെ ആണോ കുടുംബശ്രീയിൽ അവിടെ CDS മെമ്പർ ആയിട്ടിരിക്കണേ? സത്യം പറയാലോ, എന്തൊക്കെയാലോ അവരുടെ വിളി കേട്ട് കഴിഞ്ഞാ പോവാതിരിക്കാനൊക്കില്ല. ചിലവര് അങ്ങനെയാടി, ഭയങ്കര ആത്മാർത്ഥമായിട്ട് വിളിക്കുക. കേൾക്കുമ്പോ തന്നെ എന്തൊരു സുഖാന്നറിയോ? പിന്നെ ഉണ്ടല്ലോ, ഞാനൊരു കാര്യം പറയാം. ഉറപ്പൊന്നുമില്ലാട്ടാ, കേട്ട ന്യൂസ് പറയാന്ന് കരുതി. എന്താ സുമാ മേഡത്തിന്റെ മോൻ കല്യാണം കഴിക്കാൻ പോണ പെണ്ണില്ലേ, അവളത്ര ശരിയല്ലാന്ന്. എന്നുവെച്ചാ നാട്ടുകാര് മുഴുവൻ പാടി നടക്കണ പ്രണയകഥയിലെ നായിക എത്ര അവള്. അത് കൊള്ളാലോ. എന്നിട്ടാണോ സുമാമയുടെ സ്വന്തം മോനെ കൊണ്ട് അവളെ കെട്ടിക്കണേ? അത് നന്നായി. കാറും ബംഗ്ലാവും 500 പവനും കിട്ടിയ പുളിക്കോ? അതും ശരിയാ. ഇന്നത്തെ കാലത്ത് പെണ്ണിന്റെ ചാരിത്രത്തിനൊന്നും ഒരു വിലയില്ല, പണം മതിയല്ലോ. അത് ശരിയാ. ഒന്നും വല്ലോന്റെ കൂടി ഒളിച്ചോടി പോയ പെണ്ണുണ്ടല്ലോ, ഒരു 10 പവൻ അധികം കൊടുത്താ മതി, അത്ര തന്നെ. ഒന്നും കാണാണ്ടൊന്നും സുമാ മേഡം കല്യാണം തീരുമാനിക്കില്ല എന്റെ സൂസ. അതൊക്കെ അവരുടെ കാര്യം, നമുക്കതൊന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല. എടി, കെട്ട് ഗുരുവായൂർ വെച്ചല്ലേ? കൊറേ സിനിമാക്കാരൊക്കെ വരുന്നുണ്ടെന്നാ പറഞ്ഞേട്ടെ. പിന്നെ കാണില്ലേ, അവര് കൊറേ സിനിമയിലൊക്കെ അഭിനയിച്ചല്ലേ, അപ്പൊ നിറയെ കൂട്ടുകാരുണ്ടാവും. അതെന്നെ, നമ്മളുണ്ടല്ലോ സാധാരണക്കാര് പോണ പോലെ പോയാ പോരാട്ടോ. അത് മോളെ, അതൊക്കെ ഞാൻ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. പ്രാഞ്ചേട്ടനോട് നല്ലൊരു സാരി വാങ്ങുന്ന കാര്യവും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങള് കുടുംബശ്രീയിലെ പെണ്ണുങ്ങളുണ്ടല്ലോ, ഒരേപോലത്തെ സാരി എടുക്കുന്ന തീരുമാനം. അതും നല്ല രസമല്ലേ? ഇപ്പോഴത്തെ ട്രെൻഡ് അല്ലേ ഒരേ കളറിലെ സാരിയൊക്കെ എടുത്തിട്ട് പോകുന്നത്. എന്തുട്ട് ട്രെൻഡ്? ഈ കൊല്ലാൻ കൊണ്ടോണ കന്നുകാലികളുടെ ചെവിയിൽ അടയാളം വെക്കില്ലേ, എന്നിട്ട് എല്ലാവരും ഒരേ തരത്തിലുള്ള സാരി എടുത്തിട്ട്. എനിക്കിഷ്ടല്ല. ഞാനുണ്ടല്ലോ ഒരു സാരി കണ്ടു വെച്ചിട്ടുണ്ട്. അത് കൊള്ളാലോ. ചുമ്മാ അല്ല നീ ഇങ്ങനെയൊക്കെ പറയണേ. നമ്മുടെ സിൽക്ക് ഗാർഡൻ ഇല്ലേ, അവിടെ നല്ല കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ടെടി. ബ്ലൗസ് ഒക്കെ തയ്ച്ചോ? സാരി എടുത്തില്ലടി, പിന്നെ എങ്ങനെ ബ്ലൗസ് തയ്ക്കണേ? എന്തായാലും കല്യാണത്തിന് ആകെ ഒരാഴ്ചയും കണ്ടല്ലേ ഉള്ളൂ. അതെ, തയ്യാറെടുപ്പ് ഇപ്പോഴേ തുടങ്ങണം. അത് ശരിയാ. ചെക്കന്റെ കല്യാണം ആയതുകൊണ്ടേ കാശ് കൊടുക്കണ്ടെന്നാ പറയണേ. അതേതായാലും നന്നായി. അല്ല, ആലിസ് എവിടെ? ആലീസ് ചേച്ചി ഇപ്പൊ പതിവില്ലാതെ ഉച്ചിറക്കം തുടങ്ങിയിട്ടുണ്ട്. സാരി ഒന്നും വാങ്ങിച്ചില്ലേ? ഇല്ലെന്നേ, വൈകിട്ട് പോയി എടുക്കണം. ഞാൻ ഇന്ന് അവളെ ഏൽപ്പിക്കണ്ട്. ആലിസേ, ആലിസേ. എന്ത് പറയാനാ വെറുതെ. വീട്ടിൽ ഓരോ കാര്യങ്ങൾ ആലോചിക്കുമ്പോഴേ തലേരെ മുടി മുട്ടുസൂചിയാവുണ്ട. എന്തുണ്ടായേ? അവരെ മേഡത്തിന്റെ ഏതോ ഒരു മോളുടെ കല്യാണം, അതിന് പട്ടുസാരി കൊടുത്തിട്ട് വേണത്ര പോവാൻ. ആര്? ഇളയപ്പനാ? ഞാൻ ഒന്നും അങ്ങോട്ട് തന്നാലുണ്ടല്ല, എനിക്കല്ല എന്റെ പെണ്ണിന്. ഇളയമ്മ പട്ടുസാരി ചുറ്റിയിട്ട് ഗംഭീരായിട്ടുണ്ട്. എന്താ ഇളയമ്മ പട്ടുസാരി ചുറ്റിയാ പുളിക്കോ? നീ അവളുടെ ചെറുപ്പം കണ്ടിട്ടില്ലല്ലോ. ഡാ മുട്ടത്ത് വർക്കിയുടെ നാടകത്തിലെ നായികരെ പോലെ ആയിരുന്നു അവള്. ഇളയമ്മേ, ഡാ ഈ കുന്നംകുളത്ത് അങ്ങാടിയിൽ എത്ര ചെക്കന്മാര് അവളുടെ നോട്ടം കിട്ടാൻ വേണ്ടിട്ട് പിന്നാലെ നടന്നിട്ടുണ്ടെന്ന് എനിക്കറിയോ. എന്നിട്ട് ഇളയപ്പന്റെ തലയിൽ എങ്ങനെ പെട്ടു? നീ അല്ല, ഇളയമ്മക്ക് ഇളയപ്പനെ എങ്ങനെ ഇഷ്ടായിരുന്നു? ഡാ അന്നത്തെ കാലത്ത് പെണ്ണുങ്ങൾക്ക് ജയം കഴിഞ്ഞാൽ പിന്നെ ഡ്രൈവർമാരോടായിരുന്നു താല്പര്യം. ഞാനാണെങ്കിൽ KSRTC ആനവണ്ടിയിലെ ഡ്രൈവറല്ലേ, പിന്നെ എന്നെ ഇഷ്ടപ്പെടാണ്ടിരിക്കോ? അപ്പൊ ഈ ഇളയമ്മയുടെ വീടിന്റെ വഴിക്ക് പോയിട്ടുണ്ടോ വണ്ടി? ഞാൻ ആ ചാട്ടുകുളത്തിന്റെ ഇറക്കം വഴിക്ക് വണ്ടി കൊണ്ട് പോയിപ്പോ ഇടയ്ക്കൊക്കെ ഓൺ അടിക്കും. എന്നിട്ട് ബൾബോൺ അടിക്കേ? ബൾബോൺ കണ്ടിട്ടുണ്ട്? കണ്ടിട്ട്. എന്നിട്ട് അപ്പൊ ഹോൺ അടിച്ചിട്ട് അവളെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കും. ഈ മീൻ വണ്ടിയുടെ സൗണ്ട് കേൾക്കുമ്പോ വെണ്ണൂറ്റുംകുഴിയിൽ ഇരിക്കുന്ന പൂച്ച ഇങ്ങനെ നോക്കണ പോലെ അല്ലേ? നിന്റെ ഉദാഹരണം ശരിയായിട്ടില്ല. അതെ, ഞാൻ വെറുതാണ്. ഇത്രക്കൊക്കെ പ്രതീക്ഷിച്ചാ മതിട്ടാ. പ്രതീക്ഷിക്കുന്നു. എന്നിട്ട് പറ. അങ്ങനെ ഓണടി കേൾക്കുമ്പോൾ അവള് നോക്കും. അവളൊരു ദിവസം ബസ്സിന് കൈ കാണിച്ചു. അന്ന് എന്നെയും പ്രേമനസീറിനെയും കണ്ടാൽ തിരിച്ചറിയില്ല. അതറിയാം എനിക്ക്. ആർക്കാ? പെണ്ണിനാ? അവൾക്ക് മാത്രല്ല, ആ നാട്ടിലുള്ള എല്ലാവർക്കും. അതേ മീശ, അതേ നടത്തായിരുന്നു എനിക്ക്. അപ്പൊ പ്രേംനസീറിന്റെ പോലെ ആയിരുന്നു. അതെ, ഇനി ബാക്കി കേൾക്കണമെങ്കിൽ ചെലവേണ്ടി വരും കേട്ടോ. നീ കേക്കണ്ടേ? കേക്കണ്ട.
എന്നാ മറ്റേ പട്ടുസാരിയുടെ കാര്യം പറയേ, എന്താണ്ടായി എന്നിട്ട്? ഏതോ ഒരു കല്യാണത്തിന് പട്ടുസാരി മേടിക്കാൻ പറ്റുമോ? ഏതൊരു കല്യാണല്ല, ഗുരുവായൂരല്ലേ കല്യാണം എന്ന് പറഞ്ഞേ? ആ അത് അസല് കല്യാണാവുന്ന ജനസംസാരം. സിനിമാക്കാരൊക്കെ വരണ പരിപാടിയല്ലേ, കാശിങ്ങനെ വാരി എറിയേ. പൈസ പൊക്കോട്ടെ, വാങ്ങിച്ചു കൊടുക്ക പട്ടുസാരി. അവളൊക്കെ ആ പട്ടുസാരി കൊടുത്തിട്ട് ആ ഗുരുവായൂർ നടകൂടെ നടന്നാൽ ആ കല്യാണ ചെക്കൻ്റെ മനസ്സ് മാറുമെന്ന് എനിക്ക് പേടി. അമ്മേ, അയ്യോ, എന്തേ എന്ത് വിടല എൻ്റെ അമ്മോ, ഇനിയൊന്നും പറയല്ലേ. 2-3 മേടിച്ചു നീ കൊടുക്ക. നിന്റെ കാര്യം നോക്കി പോടാ ചേച്ചേ. കർത്താവ് എങ്ങനെയുണ്ട് ആ പട്ടുസാരി? ഒരെണ്ണല്ലേ പിന്നിട്ടോ. നീ ഇങ്ങനെ പ്രഷർ കൂട്ടിട്ട് എന്താ കാര്യം? അവരിങ്ങോട്ട് വരട്ടെ. എപ്പൊ പോയതാ വിറ്റങ്ങള് ഒന്ന് ആലോചിച്ചോക്കേ. എടാ, അതിന് അവര് രണ്ടാള് തനിച്ചല്ലോ പോയത്. ഈ ചുറ്റുവട്ടത്തുള്ള സകല സ്ത്രീകളുണ്ട്. ദേ പോരാത്തേനെ ഈ വീട്ടിലെ സുമിത്രയും. നല്ല ആളാ സുമിത്ര. അവര് പള്ളിയിലേക്കൊന്നല്ല പോയിരിക്കണേ, പന്തടിച്ച പോലെ തിരിച്ചു വരാൻ. തുണിക്കടയിലേക്ക് അത്തിരി വഴുകും. എത്ര നേരം നിന്നാലും വിറ്റയ്ക്ക് മടുക്കില്ലേണ ഓട്ടാ. ഫാൻസി കടയിലേക്ക്, തുണിക്കടയിലേക്ക്, സ്വർണ്ണക്കടയിലേക്ക്. പെണ്ണുങ്ങളോടൊപ്പം ആണുങ്ങൾ ആരും പോകരുത്, ജീവിതം കോഞ്ഞാട്ടവും. സ്വന്തം ബന്ധുക്കളുടെ കല്യാണത്തിനൊന്നല്ല, കുടുംബശ്രീയിലെ ഏതോ ഒരു പെണ്ണിന്റെ ഏതോ ഒരു മകന്റെ കല്യാണത്തിനാ. അതിനെപ്പോ ആലവാരം. എടാ, രാത്രി പറ്റിക്ക് ഉറക്കൂലടാ. ഇന്നലെ 12 മണിക്ക് ആലീസ് ഫോണെടുത്ത് കുത്തിയിട്ട്, ഡേ ആ വളയുടെ കളറെന്താ, മാല എത്ര നീളം വേണമെന്നൊക്കെ ചോദിക്കലോടാ. വിറ്റയ്ക്കൊരു വാട്സാപ്പ് കൂട്ടായ്മ ഉണ്ട്, അത് കണ്ടില്ല? ഒരു സാരി പുതിയത് എടുത്താ അത് ഫോട്ടോ എടുത്തിട്ട് അതയിലാടും. പിന്നെ അതിനെ കുറിച്ചുള്ള ചർച്ചയായി, സംസാരായി. അവർക്കിപ്പോ അതൊക്കെ അല്ലടാ ഒരു സന്തോഷം. അല്ല, ഒരു തരത്തിൽ ആലോചിച്ചാവും ശരിയാണ്. നമുക്ക് ഇഷ്ടാവണ രാഷ്ട്രീയം ലോക കാര്യങ്ങളൊന്നും അവറ്റിക്ക് ഇഷ്ടമല്ലോ. കർത്താവ് 2 തരത്തിലല്ലേ നമ്മളെ ഭൂമിയിലേക്ക് അയച്ചിരിക്കണത്. ഭൂമിയിൽ ജീവിക്കേണ്ട വന്നതിന് കാരണക്കാരൻ കർത്താവൊന്നല്ല കേട്ടോ, ഈ പെണ്ണെന്നുള്ള വർഗല്ലേ. പെണ്ണോ? എന്റെ ഏട്ടങ്കടി കർത്താവ് ഏതോ തോട്ടത്തിലല്ലേ താമസിക്കാൻ സൗകര്യം തന്നെ. അവിടത്തെ സൂപ്പർ മാർക്കറ്റില് കർത്താവ് അനുവദിച്ച ഐറ്റങ്ങൾ പോരാതെ ആവശ്യമില്ലാത്തൊരു പഴം കഴിച്ചതിന്റെ പേരിലല്ലേ ഈ സംഗതികളൊക്കെ കൊളായത്. ഈ സെയിൽസ്മാൻമാരെ പോലെ ഇല്ലാത്ത കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞ് ഇനി മോഹിപ്പിച്ചൊരു പഴം ഏൽപ്പിക്കാൻ പറ്റണേ പിശാചുക്കൾ അവിടെ ഉണ്ട് സെയിൽസ്മാൻമാരായിട്ട്. അല്ല, പെണ്ണുങ്ങളെ പറഞ്ഞിട്ടും കാര്യമില്ല, അവരോ കുടുങ്ങി. അല്ല, ഈ ആദമപ്പാപ്പന് ഇത് കഴിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്ന? അവനോന്റെ കാര്യം നോക്കി ഏതോ തോട്ടത്തിന്റെ ഏതെങ്കിലും ഒരു മൂലയിലിരുന്ന് പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചാ പോരെ. നീ അതന്നെ പറഞ്ഞു പഴയ കാരണന്മാരെ കുറ്റപ്പെടുത്തി മനുഷ്യന്റെ സ്വസ്ഥതകളല്ലേ. ഒന്നുമില്ലേലും നമുക്ക് ഇത്രയും നല്ലൊരു ഭൂമി ജീവിക്കാൻ കിട്ടിയില്ലടാ. എനിക്ക് തോന്നണതേ ഏതൻ തോട്ടത്തിനേക്കാളും എന്തുകൊണ്ട് നല്ലത് നമ്മുടെ കേരള. ഏത് സ്ഥലവും ഏതൻ തോട്ടാവും ഏട്ടങ്ങടേ, പക്ഷേ അവിടെ നല്ല മനുഷ്യന്മാരുണ്ടാവണം. പിള്ളേരെയും കാണാനില്ലല്ലോ. അതിന് അവറ്റേനെയും കൊണ്ടുണ്ടാവും, ട്യൂഷന് പോണ അവറ്റേനെയും കൂട്ടിയും കൊണ്ടാവും പോയിണ്ടാവും. അതെന്തിനാ അവരെ കൊണ്ടുപോണ്? അവര് കല്യാണത്തിന് പോണ്ട? അല്ല, തുണിക്കടയിരിക്കല്ലേ, അപ്പൊ കൂടെ കൂട്ടിണ്ടാവും. ഏട്ടങ്ങടി ഒന്ന് വിളിച്ചു നോക്കിയേ. എന്തേ ഇങ്ങോട്ട് പോരണില്ലേ? അവിടെ തന്നെ താമസിക്കേ? മേടിച്ചാ? പിന്നെന്തേ? എന്നാ അത് മേടിച്ചിങ്ങോട്ട് വേം വാ. എന്താ പറഞ്ഞേ? അല്ല, അവര് തുണിയും വളയും മാലയൊക്കെ മേടിച്ചു. പിന്നെ എന്തോ ഒരു സാധനം, എന്താ ലൈനിങ്ങോ, അത് മേടിക്കാണ്ട്. എത്ര ലൈനിങ്ങാ? എന്താ? ആരോട് ചോദിക്കണു? ഈ ഇവിടെ അങ്ങനൊക്കെല്ല, അങ്ങോട്ട് വാ. ഇവിടെ ഏതോ സിനിമാക്കാര് ഷൂട്ടിങ്ങിന് വരുന്നുണ്ട്. ഇത്ര അതോ? അത് നമ്മൾ ഉക്രുന്റെ സിനിമക്കാരാവുന്നതാണ്. ഉക്രു സിനിമയിൽ അഭിനയിക്കുന്നുണ്ടോ? പിന്നെ ഉക്രുന്റെ ആ സിനിമയുടെ പേരറിങ്ങൾക്ക് എന്താ? കടക്ക് പുറത്ത്. എങ്ങനെയുണ്ട്? അത് അവനോട് ഇളയപ്പൻ എപ്പോഴും പറയണതല്ലേ, നല്ല പേരാ. ആരായാലും നായകൻ? നായക ഉക്രു തന്നെയാ. ഉക്രു നായകനോ? പിന്നെ നമ്മളെ ഉക്രു തന്നെയാ അതിന്റെ നായകൻ. അതിനല്ലോ മുടിയൊക്കെ നീട്ടി വളർത്തി ഇങ്ങനെ നടക്കണേ. അതിനല്ലേ? എന്താലേ ഇപ്പോഴത്തെ സിനിമയിലൊക്കെ മുടി നീട്ടി വളർത്തുന്നവർക്ക് അവസരം. നീട്ടിങ്ങനെ വളർത്തുക, ചീകിയാലും നിൽക്കാൻ പാടില്ല. അവരൊക്കെ നായകന്മാരാ. അതെ, നിങ്ങള് മുടീന്റെ കാര്യം പറഞ്ഞപ്പോളാ നമ്മളെ സിനോജ് സാറില്ലേ, SI സിനോജ് സാറ്, മൂപ്പർക്ക് ഒരു കഞ്ചാവ് കേസിൽ പൊന്ത പോലെ മുടിയുള്ള ഒരുത്തരെ കിട്ടി. ഒന്ന് പെരുമാറുമ്പോ ഷിനോയ് സാറിന്റെ കല്യാണം പോയി ഓന്റെ മുടിയിനുള്ളിൽ പോയി. എന്നിട്ട് എന്താ, ഷിനോയ് സാറും 2-3 പോലീസുകാരും കൂടി 1-1.5 മണിക്കൂർ തെരഞ്ഞ അവസാനം കിട്ടി. കിട്ടിയല്ലോ, സമാധാനം. ഒരു കേട്ട അതാ കല്യാണം ചെക്കൻ വരുന്നത്.
സൂര്യ ഇവിടെ വാ. എന്തേ ഏട്ടാ ആ അപ്പൊ കാര്യങ്ങളൊക്കെ അറിഞ്ഞിണ്ടാവൂലേ? ഓ അമ്മ പറഞ്ഞില്ലേ എന്തൊക്കെയാടാ? ആ. വരുന്ന ശനിയാഴ്ചയാണ് കേട്ടാ. പിന്നെ അമ്മ വന്നു ഒരാഴ്ചയായിട്ട് ഇപ്പൊ പെണ്ണുങ്ങളൊക്കെ എന്റെ ഒരുക്കത്തിലല്ലേ. എല്ലാരും കൂടി നേരത്തെ തന്നെ വരണം. ഓ. ആലിസേച്ചിയോടും സൂസേച്ചിയോടും ഒക്കെ പറയണം കേട്ടോ. ശരി. സുലൈമാനെ ഓ. മറക്കരുത്. ഞങ്ങളെല്ലാരും വരൂട്ടാ. ആ. അപ്പൊ എന്നാ ശരി. അല്ലടാ ശ്രുതിയെ, ഏ? ഞാനൊരു കാര്യം ചോദിച്ചാ ഈ ഒന്നും വിചാരിക്കരുത്. എന്താ? എടാ ഈ കെട്ടാൻ പോണ പെണ്ണിനെന്തോ ഒരു അതൊക്കെ സ്വാഭാവികമല്ലേ സുലൈമാനെ. ഞാനത് അത്ര കാര്യമാക്കിയിട്ടൊന്നുമില്ല. അവളെന്നെ വിളിച്ച് പറഞ്ഞിരുന്നു. പിന്നെ 2 ദിവസം കല്യാണം കഴിഞ്ഞ 2 ദിവസം കഴിഞ്ഞ മറക്കാവുന്ന പ്രണയങ്ങളൊക്കെ ഇപ്പൊ പെമ്പിള്ളേർക്കുള്ളൂ. അല്ലടാ അവള് പറഞ്ഞ സ്ഥിതിക്ക് നീ ഒന്ന് ആലോചിക്കണ നല്ലതാട്ടാ. ഈ മൊയ്തീനും കാഞ്ചനമാലയും പോലെ അവളെ നീ ഒരിക്കലും കെട്ടണില്ല എന്നാണ് തീരുമാനിച്ച പ്രശ്നമില്ലേ. എന്റെ കുരുവേട്ടാ, അത് നമുക്കൊരു പ്ലസ് പോയിന്റാ. ഞാൻ അവൾക്ക് അങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് അവളുടെ അപ്പച്ചനോട് പറഞ്ഞു. അപ്പൊ നമുക്ക് തരാന്ന് പറഞ്ഞ കാറുണ്ടല്ല, അതിന്റെ റേഞ്ച് അങ്ങോട്ട് മാറി. ഓ മോനെ ഇയാടാ ആൺകുട്ടി. ഇതൊക്കെ എന്ത്? ഈ കാലത്ത് അല്ല, ജീവിക്കാൻ അതിനിപ്പോ പറ്റും. എന്താ? പിന്നെ എന്നാ ഞാൻ പോട്ടെ, കുറച്ചുകൂടെ ശരിക്കാണ്ട്. ആ, ആ. അപ്പൊ ശരി, ശരി. എല്ലാരും നേരത്തെ തന്നെ പറഞ്ഞോട്ടാ. ഓ ആയിക്കോട്ടെ, കല്യാണത്തിന് അടുത്തിട്ടാ. എന്താല്ലേ ഡാ, ഇതെന്ന് എന്താ എനിക്ക് മനസ്സിലായി? ഏന്ന് പെണ്ണ് എത്രമാത്രം തല്ലിപ്പൊളി ആയാലും സ്ത്രീധനത്തിന്റെ തുക അങ്ങോട്ട് കൂട്ടിയ പെണ്ണ് പിന്നെ ക്ലീനാ. നല്ലൊരു ചെക്കല്ലേ. പിന്നല്ലാതെ ശരി. കാലം പോയൊരു പോക്ക് നോക്കിയാട്ടങ്ങൾ. ഇപ്പൊ പെണ്ണിനെ പറ്റി യാതൊരു ചിന്തയില്ല. കാശ് കിട്ടല്ലോ പിന്നെന്താ. കട്ടുമ്പൂത്തിയ ആ കട്ടുറുമ്പ് കുത്തി. ഡേക്കടാ ഞങ്ങളെ ഡി ആലീസേ സൂസ മറ്റേ എവിടെ പോയി കിടക്കണ്ട അപ്പ ഏ ഡേ ഈ പെണ്ണുങ്ങള് എവിടെ പോയി കിടക്കും? ഏ? ഛേ, എന്തായാലും ഇവിടെ ഇടപാടായി നോക്കിയേ. ഡി ആലീസേ സൂസേ ഏ ഇവറ്റ് ഈ വാതിൽ തുറന്നിട്ട് എവിടേക്ക് പോയില്ലപ്പ? ഇവറ്റ് എവിടെ ചെന്ന് കിടക്കണ ഈ ഡോറൊക്കെ തുറന്നു വരുത്തിച്ചിട്ട്? ഏ? ഏ? എന്താ എളേപ്പാ? ഞാനാ സൂസൻ. ഏ ഗ്യാസ് അങ്ങനെ പൊട്ടിത്തെറിച്ചോ? ഗ്യാസോ? ആ. എളപ്പിന് എന്തൊക്കെയാ പറയുന്നേ? എന്താ സൂസൻ നിനക്ക് പറ്റിയേ? ഇതാണോ? അല്ലടി നിന്റെ മുഖത്ത് എങ്ങനെ പൊള്ളിയേ? ഇത് പൊള്ളിയതൊന്നുമല്ല, ഏ? ഫേഷ്യൽ ചെയ്തിരിക്കാ ഞാൻ. എന്തിന്? എന്റെ എളേപ്പ കല്യാണൊക്കെ അല്ലേ വരാൻ പോണേ. ഫേഷ്യലൊക്കെ ചെയ്ത് മുഖമൊക്കെ ഒന്ന് ഫ്രഷ് ആക്കാന്ന് കരുതി. ഡേ, ഇങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്ത മുഖമാരെ വെച്ച് നടന്ന ഭംഗിണ്ടാവില്ല. പോസ്റ്റ്മോർട്ടം ചെയ്ത മുഖമൊന്നും അല്ല ഇത്. ഫേഷ്യൽ പാക്കിട്ടിരിക്കുക. എളപ്പം പറഞ്ഞിരുന്നേ. ചെല്ല്, ഒരു 10 മിനിറ്റ് കഴിയുമ്പോ ഞാൻ വരാം. ഇതൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട്. ദേ ഇതിന് കഴകണ്ട. ആൾക്കൂട്ടത്തിൽ നീ ഇങ്ങനെ ചെന്ന് നിന്നാലേ പെട്ടെന്ന് നിന്നെ തിരിച്ചറിയടി. അയ്യേ, അങ്ങനെ പോവാനേ എളയമനോട് പറഞ്ഞാ മതി. ഡേ ക്രാവേ, ഈ ക്രീമൊന്നും ഇട്ടുകൊണ്ട് സൗന്ദര്യം ഉണ്ടാവില്ല. ഇത് ജന്മനാൽ കിട്ടണം. ജന്മന ഇല്ലാത്തവരെന്ത് ചെയ്യും? എല്ലാവരും ഇളയമനെ പോലെ ശീലാമയൊന്നും ആവത്തില്ലല്ലോ. ഡേ, നീ കർത്താവ് സഹായിച്ച് നിനക്ക് സൗന്ദര്യ കുറവൊന്നുമില്ല. ആ ആലീസ, ഇളയപ്പനിരിക്കെ ചേച്ചിയെ കടയിലേക്ക് പോയിരിക്കുക. ഡേ നിന്നെ ഞാൻ സുഖിപ്പിച്ചതല്ല, അത് സത്യ. എനിക്കറിയാം. എന്തുട്ടാ കഴിക്കാൻ പറ്റിരിക്കണേ? ആ, കഴിക്കാനൊന്നും ഇരിപ്പില്ലല്ലോ ഇളയപ്പാ. കട്ട മാത്രമേ ഉള്ളൂ, അത് മതിയോ? പക്ഷേ എന്റെ പ്രാഞ്ചിക്കും കുരുവയ്ക്കും ചേർന്ന പെണ്ണുങ്ങളാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇളയപ്പിന് ചായക്ക് എന്ത് കടിയാ വേണ്ടേ? ആ, കാലത്തുണ്ടാക്കിയ വെള്ളയപ്പം മുട്ട റോസ്റ്റ് ഉണ്ട്, എടുക്കട്ടെ? പക്ഷേ ഇപ്പൊ പ്രാഞ്ചിക്ക് കുറച്ചൊക്കെ ചേർച്ചയായിട്ട് നീ. ആ, പ്രായം കൂടുന്തോറും ഭംഗി കൂടുന്നുണ്ട്. ആർക്ക് പ്രായം കൂടുന്നു? ചെക്കന്മാർക്കടി. പ്രാഞ്ചിക്കും കുരുവയ്ക്കും പ്രായം കൂടി വരികയല്ലേ. നിങ്ങളൊക്കെ ഇങ്ങനെ പേഴ്സിൽ ചെയ്തിട്ട് ചെറുപ്പക്കാരി പെണ്ണുങ്ങളായിട്ട് വരിക, അവരാ കുടുങ്ങ. അയ്യോ, രാവിലെ സുമിത്ര വന്നപ്പോ വെള്ളപ്പം ഞാൻ കൊടുത്തു ഇളയപ്പാ. എന്തോരം പേഴ്സിൽ ചെയ്താലും പ്രായത്തിനെ പിടിച്ചു കെട്ടാൻ പറ്റും. എന്താ? 17കാരിയാണെന്നാ വിചാരം. ഈ മൂക്കാത്ത നാളികേരത്തിന്റെ മോറും വെച്ചിട്ട്. അതെ, ഇനി ഇങ്ങ ചിക്കൻ ബീഫ് ഉണ്ടോന്ന് ചോദിച്ചിട്ട് പച്ച വെള്ളം തരില്ല ഞാൻ. തരണ്ട ഈ പക്കടി അങ്ങട് പോകണ്ടക്കണ. സാധനങ്ങള്. ഓ നല്ല പണ്ടുള്ള മാതിരിയാ. ആലിസേച്ച്, ആ, ഇതിപ്പോ നിങ്ങട്ടെ ഇറങ്ങാനും പാടാട്ടന്നത്. ഇവനെന്തേ കൈ വിശു വന്നേക്കണ? സുലൈമാൻ ഇഡലിയും ദോശയൊക്കെ എവിടെ? ഇഡലി? അപ്പൊ നിങ്ങളാരും ഈ ലോകത്തൊന്നല്ലേ ജീവിക്കണേ?
എന്തേ ഇങ്ങളാ പത്രം ഒന്ന് എടുത്തു നോക്കി പ്രാഞ്ചേട്ടാ, ഇന്ന് ഹർത്താലാ. ഹർത്താലാ? ആരാ പറഞ്ഞ്? ഒരു പാർട്ടിന്റെ നേതാവ് പറഞ്ഞ്. എന്തേ, അയാൾക്ക് പറയാൻ പറ്റൂലേ? എന്താ നീ പറയണേ? ഇന്നലെ രാത്രി 10 വരെ ഒരു വാർത്തയും കേട്ടിട്ടില്ലല്ലോ. പ്രാഞ്ചേട്ട, ഇന്നലെ 12 മണിക്ക് ശേഷമാണ് ഈ ഹർത്താൽ പ്രഖ്യാപിച്ചത്. അതെന്ത് പരിപാടി? അത് മനുഷ്യരൊക്കെ ഉറങ്ങണതിന് മുമ്പ് പ്രഖ്യാപിക്കണ്ടേ? അതിന് ഈ വെട്ട് കിട്ടിയ മനുഷ്യൻ ആലിസേച്ചിയെ ഒന്ന് മയ്യത്തായി കിട്ടണ്ടേ, എന്നാലേ പ്രഖ്യാപിക്കാൻ പറ്റുള്ളൂ. അപ്പൊ സംസ്ഥാന ഹർത്താല? അതേന്ന് നിങ്ങൾ എന്നോട് ചോദിക്കാതെ അപ്പൊ അത്ര എടുത്ത് നോക്കി. ഇത് ഭയങ്കര ചതിയായിട്ടോ. ഇങ്ങനെ ആരോടും ആലോചിക്കാതെ അവർക്ക് തോന്നിയ പോലെയൊക്കെ, അതും ഈ ഞായറാഴ്ച ദിവസം. ആലീസേച്ചി, നമ്മൾ ഇനിയിപ്പോ എന്ത് ചെയ്യും? അതിന് കല്യാണ വണ്ടികളൊന്നും ആരും തടയില്ലല്ലോ. അതൊന്നും തടയില്ല. പക്ഷെ ചായ കുടിക്കാൻ എന്താ ചെയ്യുമ്പള്? കുരുവേട്ടാ, ഞങ്ങളിപ്പോ ഇനി ചായ ഇടാനൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ വൈകൂല്ലേ കുരുവേട്ടാ? നിങ്ങൾ പൊക്കോ, ഞങ്ങൾ എന്തേലും ചെയ്തോളാം. പക്ഷെ നിങ്ങക്ക് രാവിലെ എന്തേലും കഴിക്കണ്ടേ? അതെ കുരുവേട്ടാ, ഇവരെ കാര്യത്തിൽ നമ്മൾ ബേജാറാവൊന്നും വേണ്ട. കൃത്യം 11 മണിയായാല് 4 തരം പായസം കൂട്ടിട്ട് ഇവർക്ക് തിന്നാൻ പറ്റൂ. സത്യം പറയാലോ, ഞങ്ങൾക്ക് അങ്ങനെ വിശപ്പൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല. പക്ഷെ നിങ്ങൾ ഓർക്കുമ്പോ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യാം, നിങ്ങൾ പൊക്കോ. ആ സുലൈമാനെ, അകത്ത് ഗോതമ്പൂടി ഇരിപ്പുണ്ട്. നിനക്കെന്തെങ്കിലും ഉണ്ടാക്കാൻ അറിയോ? അറിയോന്നോ? സുലൈമാൻ അറിയോന്നോ? ഞാൻ വളരെ സുന്ദരായിട്ടാണ് ഉണ്ടാക്കും. പെങ്ങന്മാര് പോയിക്കോളി. ഞാനേ ഗോതമ്പ് കൊണ്ട് ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കിട്ട് ഇവിടെ വെക്കും. പിന്നെ എന്റെ പെങ്ങന്മാർക്ക് ഞാൻ ഇവിടെ എടുത്തേക്കും ചെയ്യാ. ഒന്നും വേണ്ടേ, ഇവർക്ക് എന്തെങ്കിലും ഞാൻ ഉണ്ടാക്കി കൊടുത്തോളാം. ഞങ്ങൾ വരുമ്പോ പായസം കൊണ്ടുവരാട്ടോ. പായസം ഇത്ര വലിയ കല്യാണത്തിന് വീട്ടിൽ പൊതിഞ്ഞിട്ട് വരാൻ നിങ്ങക്ക് കിട്ടോ നോക്ക്. അതെ ആലി ചേച്ചിയാ, ഈ ഗോതമ്പ് പൊടി എവിടെയാ വെച്ചേ? ആ അടുക്കളയുടെ ഇടതുവശത്ത് ഒരു ഷെൽഫ് ഇരിപ്പുണ്ട്. അതിലൊരു നീല പൊക്കമുള്ള പാത്രല്ലേ? 1 കിലോനൊക്കെ എടുക്കാൻ പറ്റൂലല്ലേ? പിന്നെ ഒരു തോർത്ത് കിട്ടുമോ? എന്നാ ശരി, നിങ്ങൾ പോയിക്കോളി, ധൈര്യമായിട്ട് പോയിക്കോളി. അതൊന്ന് കഴിക്കോട്ടെ. പോയിട്ട് വരാമേ. പോട്ടെ എന്നാ. നമുക്ക് ഗോതമ്പ് ഉണ്ടാക്കാനാ. ആരും കാണാണ്ട് ഇത്തിരി പായസം കൊണ്ടുവരട്ടാ. ആരുടെ അവിടെ നന്നാവും. ബാക്കി നീ അവരെ കുടിക്കും. അതേ ആൾക്കാര്. ഇനിയിപ്പൊ ബനെന്തുണ്ടാക്കണാവോ? എനിക്കറിയില്ലാട്ടാ. ഇവിടെ വന്നാക്കിയ പ്രാജേട്ടാ, എന്തുട്ടാ നിങ്ങള് സംഗതി അറിഞ്ഞോ? എന്തുട്ട്? സുമിത്രയുടെ കല്യാണം ഗംഭീരായി. ആവട്ടെ, അതല്ലേ വേണ്ടത്. നിങ്ങൾ എന്താ അറിഞ്ഞിട്ടാ പറയണ്? ആ മാഡത്തിന്റെ കാറ്റ് പോയി. എന്ത്? നീ കാര്യം തൊട്ടാ പറയ്. പറയാ. അതായത് ഗുരുവായൂർ വെച്ചിട്ട് 1000 സാക്ഷി നിർത്തി നമ്മുടെ സുധി പെണ്ണിന്റെ കഴുത്ത് താലി കെട്ടുന്നു. നന്നായി. എന്നിട്ട് അവർ ഒരുമിച്ച് തൊഴുമ്പോ പിന്നൊരു ശോകഗാനം. നോക്കുമ്പോ ആരാ? ഈ പെണ്ണിന്റെ കാമുകൻ ഒരു തൂണും ചാരി നിന്നിട്ട് വിഷാദഭാവത്തിൽ നിൽക്കണു. ഇത് കണ്ട് പെണ്ണിന്റെ ഇടനെഞ്ച് പൊട്ടുന്നു. അവൾ താലി കെട്ടിയ ചെക്കനോട്, അവളെ നമ്മുടെ സുധിയോട് പറയാ, അതെ എനിക്ക് കാമുകനോടൊപ്പം ജീവിച്ചാ മതിയെന്ന്. എന്നിട്ടെന്താ, സുധിയുടെ മനസ്സിൽ ലഡ്ഡു പൊട്ടുന്നു. ലഡ്ഡു പൊട്ടുന്നു? അവൻ ഈ പേരും പറഞ്ഞ് അമ്മായപ്പന്റെ കയ്യിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടാന്ന് വിചാരിച്ചു. പക്ഷെ അതല്ലേ സംഭവിച്ചത്. പിന്നെ അവള് കാമുകന്റെ കൂടെ ഓടിപ്പോയി. കർത്താവേ, എന്നിട്ടെന്താ, ചെക്കന്റെ വീടിന് പെണ്ണിന്റെ വീടിന് ഒന്നും തള്ളും വിളക്കും വെക്കാലോ. എന്താ സന്തോഷം. നമ്മുടെ പെണ്ണുങ്ങള് വല്ലതും കഴിച്ചാവോ? എങ്ങനെ കഴിക്കാൻ? പെണ്ണ് ഓടിപ്പോയ ചെക്കന്റെ വീട്ടുകാര് ഭക്ഷണം കഴിക്കുവോ? കർത്താവേ, രാവിലെ തന്നെ ഒരു ജലപാനം കഴിക്കാണ്ട് പോയതാ. കടയിൽ നിന്ന് വല്ലതും കഴിക്കാന്ന് വെച്ചാ നടക്കുവോ? ഹർത്താലല്ലേ. ഈ പെണ്ണിന് താലി കെട്ടിനിട്ട് മുമ്പ് അങ്ങോട്ട് ഓടി പോവാറില്ലേ? വെറുതെ ഈ ആൾക്കാരനൊക്കെ ബുദ്ധിമുട്ടിക്കാൻ. കുട്ടീനോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നു വേണ്ട. ആ പെണ്ണ് ഈ പ്രേമുള്ള കാര്യം സുധിയോട് കുറെ വിളിച്ചു പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. അവനെ തമാശക്ക് എടുത്തിട്ടില്ലേ? അപ്പൊ കുരുവേട്ടൻ അങ്ങനെ അറിഞ്ഞ? അത് ആലീസും അവരൊക്കെ ഇങ്ങനെ പറഞ്ഞു, ആ പെണ്ണിന് വേറൊരു പ്രേമം ഉണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞു. എന്തേ അനുഭവിക്കട്ടല്ല. അതെ, നീയൊന്നും വിളിക്കടാ ഫോൺ എടുത്തിട്ട്. എന്തപ്പോ അവര് ചെയ്യണ്? വല്ലതും കഴിച്ചോ ഇല്ലേന്നൊക്കെ അറിയണ്ടേ? ഞാൻ ആരെയും വിളിക്കണില്ല. വിശന്ന് ഭ്രാന്തായിട്ടുണ്ട്. വരട്ടെ, നമുക്ക് പറയാനുള്ള അവസരം എന്തിനാ വെറുതെ കളയുന്നു? എന്ത് പറയാൻ? പായസം കിട്ടിയോടെന്ന് ചോദിക്കാം. കണ്ണു ചോറില്ലാതെ പറയലടാ. വിശന്ന് വലഞ്ഞു വരുമ്പോ പറയാനുള്ളത് അവര് തിന്നാനുള്ള ദേഷ്യത്തിലാവും വരുണ്ടാവുക. ഒരു അവസരം കിട്ടുന്നത് ഒഴിവാക്കരുത്. അപ്പാ ദേ വരുന്നുണ്ട്. നീ ഇങ്ങോട്ട് പോരെ. അല്ലെങ്കിൽ നിന്നെ പിടിച്ച് തിന്നോര്.
ഏട്ടങ്ങടേ കല്യാണ പാർട്ടി വരുന്നുണ്ടാ. ആ വരത്തിലോ. അയ്യടാ ഒടിഞ്ഞു തൂങ്ങി വരണ അക്കടാ രണ്ട്. മിണ്ടണ്ടോ മിണ്ടണ്ട. ഏ പ്രാഞ്ചിട്ട ഒന്നും മതി, ഞാനൊന്ന് എന്തേ ഇരുന്നോട്ടെ. മാറിക്കൊടുക്ക് മാറിക്കൊടുക്ക്. അശ്ശോ, തിരക്ക് ക്ഷീണായ? ആവുന്റെ ആലീസ് എത്തിരി പായസെങ്കിലും കൊണ്ടുവരാറുന്നില്ലേ? കുരുവേട്ട് എനിക്ക് ദേഷ്യം വന്നിട്ട് കേട്ടോ. അവിടുന്ന് ഇപ്പൊ എങ്ങനെ പോന്നേ നിങ്ങള്? ഞങ്ങൾ 5-6 പേര് ഒരു പോലീസ് വണ്ടിയിൽ കയറി പോന്നു. ഡേയ്സി മോളെന്തേ? അവളകത്തുണ്ട്. നിങ്ങള് 4 കൂട്ടം പായസം കഴിച്ച് വയറ് വീർത്ത് മുട്ടി വരുന്നു കരുതി ഞങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കണം. കുരുവേട്ടാ കുരുവേട്ട ശാവത്തി കുത്തല്ലേ കുരുവേട്ട. വിശന്നിട്ട് പാടില്ല. കാലത്ത് സുലൈമാൻ ഉണ്ടാക്കിയ ഗോതമ്പപ്പം അവിടെ, അത് വേണമെങ്കിൽ കഴിച്ചോ. അത് മതിയാ? എന്റെ അമ്മ ഒന്നും കഴിക്കണ്ട കേട്ടാ, എന്റെ ഉള്ളൊന്നും വെന്തിട്ടില്ല, പല്ല് മുട്ടിയിരിക്കുക. വെന്തില്ലേലും വേണ്ടില്ല, അത് തന്നെ മതി. മാറങ്ങോട്ട്. അവര് പോയി അനുഭവിക്കട്ടാ. ഇനി എന്തായാലും ഒരു കാര്യം ഉറപ്പായി, ഇനി കാലി വയറായിട്ട് ഒരു കല്യാണത്തിന് ഇവര് പോയില്ല. അല്ലെങ്കിലും കല്യാണം എന്ന് പറഞ്ഞാൽ അത് കാശിന്റെ ദൂരത്ത് മാത്രമേ ആവരുത്. ആ സുതിക്ക് ആ പെണ്ണിന്റെ അപ്പന്റെ കാശ് മാത്രമല്ലേ വാങ്ങാൻ പറ്റുള്ളൂ, ആ പെണ്ണിന്റെ മനസ്സ് വാങ്ങാൻ പറ്റില്ലല്ലോ. ആ ഞാൻ പറയുകയാണെങ്കിലേ ആ പെണ്ണ് ചെയ്തത് തന്നെയാ ശരി. അപ്പോഴെങ്കിലും ഒരു തീരുമാനം എടുത്തില്ലെങ്കിലേ ജീവിതകാലം മുഴുവൻ അതിനെ ദുഃഖിക്കേണ്ടി വന്നേനെ. ഇനി ഒരാൾക്കൊരാളെ ഇഷ്ടം ഉണ്ടാവണത് തെറ്റൊന്നല്ല. ആ ഇഷ്ടേ ആ വീട്ടിൽ ആ കെട്ടാൻ പോണ ചെക്കനോട് അവള് പറഞ്ഞില്ലേ ഇവര് വിലക്കാഞ്ഞിട്ടല്ലേ. എനിക്കതല്ല വിഷമം. മറ്റുള്ളവർക്ക് വയറുറച്ച് ഭക്ഷണം കൊടുത്തിട്ടല്ല കല്യാണം. മറ്റുള്ളവരെ പട്ടിണി കിട്ടിയിട്ട് ഒരു ജീവിതത്തിലോട്ട് പോകാനായിരുന്നു ആ പെങ്കൊച്ചിന്റെ വീട്. അതും പോരാനിട്ട് ഹർത്താലും. എന്തായാലും നിങ്ങളുടെ സുമാ മേഡത്തിന് അല്പം ആശ്വാസമായിണ്ടോ? കർത്താവ് ഇപ്പൊ പഴയ പോലല്ല, സ്പോട്ടിൽ എല്ലാവർക്കും മറുപടി കൊടുക്കണേ. അപ്പഞ്ചിരിക്കണോ? അപ്പന്റെ ഒരു കാര്യം